മഹത്വം. ക്രിസ്തുയേശുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവിക അധികാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 28:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ക്രിസ്തു തന്നെ അരുളി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. എക്സൗസിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നിയോഗിക്കപ്പെട്ട അധികാരം എന്നാണ്. അഥവാ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് പുത്രനാം ക്രിസ്തുവിന് നിയോഗിച്ച് നൽകിയ ആ അധികാരത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഈ അധികാരമാണ് യേശു ക്രിസ്തു ഉപയോഗിച്ചിരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് മത്തായിയുടെ സുവിശേഷം 9:8 കാണുവാനായിട്ട് കഴിയുന്നത്. യേശു കർത്താവ് ഉപയോഗിച്ച വചനവും തന്റെ പ്രവൃത്തിയും ദൈവം നൽകിയതാണ്. യേശു അപ്രകാരം അരുളി ചെയ്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14:10-11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:10 ഇങ്ങനെ നാം കാണുന്നു: യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്നാണ് അവിടെയും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. പ്രകൃത്യ അവിടുന്ന് ദൈവപുത്രനാണ്. എന്നാൽ തൃത്വത്തിന്റെ അധികാരവും പുത്രനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൊലോസ്യ ലേഖനം 1:19 ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്: അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്നും നമുക്കവിടെ കാണുവാൻ സാധിക്കുകയാണ്. എബ്രായ ലേഖനം 4:14 യേശു ആകാശത്തുകൂടെ കടന്നുപോയി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സകല വാഴ്ച ശക്തികളുടെ മേലും താന് അധികാരം പ്രാപിച്ച അനുഭവമാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും നമ്മൾ എഫെസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം ഓർത്തിരിക്കേണ്ടതായ കാര്യം, ന്യായം വിധിക്കുവാനും പാപങ്ങളെ മോചിക്കുവാനുമുള്ള അധികാരം ക്രിസ്തുവിനുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്രകാരം ആ അധികാരം ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് സഭയ്ക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നതും നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്. അതേ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദുഷ്ടന്റെ മേൽ ജയം നേടിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ വചനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അവിടുന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ. അധികാരം അധികാരം എന്റെ യേശുവിൻ നാമത്തിനധികാരം. അധികാരം അധികാരം